ഗിരിയേട്ടൻ എന്തുട്ട ഗിരിയേട്ടന്റെ സെറ്റപ്പ്. ആലപ്പുഴ ജില്ലയിൽ ആറാട്ടുപുഴ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ 1200 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടാണ്. ഇലക്ട്രിക്കലും പ്ലംബിങ്ങും വർക്ക് ഫുള്ള് ഏകദേശം ഒരു 95% തീർന്നിട്ടുണ്ട്. 5% ഇനി ഈ ഫാനൊക്കെ സെറ്റ് ചെയ്യണം. കുറച്ച് ഫാനും പിന്നെ കുറച്ച് ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. അതുകൂടെ ഉണ്ടെങ്കിൽ ഫിനിഷ് ആകും വർക്ക്. ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്ലീനിങ്. ഇപ്പോൾ സമയം ഒരുപാടായി ഞങ്ങൾ കേട്ടോ. വൈകുന്നേരം ഒരു 6:30 കഴിഞ്ഞു. ഇപ്പോൾ ലാസ്റ്റ് ഫൈനലായിട്ടുള്ള എല്ലാ ലൈറ്റ് ഫിറ്റിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ ചെക്കിങ്, ട്രിപ്പിങ്, മറ്റു കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തു ഫിനിഷായി. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് വിടും. ഇനി ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ ഒരു വട്ടം കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വർക്ക് ഫുള്ളായിട്ട് കഴിയും. നമ്മുടെ ടി വി യൂണിറ്റാണിത്. ടി വിയുടെ സ്വിച്ച് വരുന്നത് നമ്മുടെ വലത് ഭാഗത്തായിട്ട് ടി വിയുടെ സ്വിച്ച് വരുന്നത്. സോക്കറ്റ് അടിയിലുണ്ട് കേട്ടോ. സോക്കറ്റ് നമ്മുടെ അടിയിൽ ഒരു 3 സോക്കറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാഷ് ബേസിൻ അവിടെയാണ്, മെയിൻ വാഷ് ബേസിൻ അവിടെയാണ്. അവിടെ ഇനി കുറച്ച് വർക്ക് കൂടെ ബാലൻസ് ഉണ്ട്. പിന്നെ ഇന്ത്യയുടെ വർക്കും മൊത്തം കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ പിള്ളേരുടെ ഡിസൈനാണ്. ഇതൊക്കെ അവർ പറഞ്ഞു കൊടുത്ത ഐഡിയയിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസൈനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഇത് അവരുടെ ആണെന്ന് പറയുമ്പോഴത്തേക്കിന് അവർക്കൊരു ചെറിയ ചമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വേണ്ടാതാണെന്ന് അത് നമ്മളോട് പ്രത്യേകം പറഞ്ഞത്. പക്ഷെ എന്നാലും ഇത്രയും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കുമ്പോഴേ അവരുടെ പേര് നമ്മൾ പറയുന്നില്ല, അവരെ നമ്മൾ മെൻഷൻ ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര ഒരു മോശമായ കാര്യമല്ലേ. അതുകൊണ്ടാണ് മെൻഷൻ ചെയ്തത് കേട്ടോ. അങ്ങനെ ബാലൻസ് നമ്മൾ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് ഇന്നിനി ഇവിടുന്ന് താൽക്കാലികമായിട്ടൊരു വിടവാങ്ങലാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടാണ് വന്നത്. ഇനി നാളെ അടുത്ത സൈറ്റാണ് നിലന്തൂർ, പത്തനംതിട്ട തന്നെ വേറൊരു സൈറ്റാണ്. ഞാൻ അവിടെ പോയിട്ട് പൈപ്പിടിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഫിഷറില്ലെന്ന് പറഞ്ഞാൽ അതെ, നമ്മളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ നമ്മുടെ കൂടെയുള്ളവർ ഫിഷറിന് സ്ക്രൂ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഇവിടെ മൊത്തം തപ്പി കിട്ടിയില്ല. ക്ലീനിങ് സമയമായപ്പോൾ കണ്ട കിടക്കുന്നു. ഒരു 50ഓളം ഫിഷറുണ്ട് ഇത്. ഇനി അടുത്ത് തൂക്കുമ്പോൾ ഇനി സ്ക്രൂവും കിട്ടും. എന്താ ചെയ്യുക അല്ലേ? നിന്റെ കയ്യിലാവന്മാരെ കിട്ടും, ചതച്ചേക്കണം. ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ആവുമ്പോഴേ നമ്മൾ ഡ്രിൽ ചെയ്തിട്ടുള്ള മണ്ണും പൊടിയൊക്കെ ഉണ്ട്. ഈ വാഷ് ബേസിൻ വെച്ചതിന് മണ്ണ്, പിന്നെ അവിടെ ഒരു വാട്ടർ ഹീറ്ററൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മണ്ണ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടുക എന്നുള്ളത് ഞങ്ങളെല്ലാ സൈഡിലും ചെയ്യുന്നതാണ്. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾ ഇതൊക്കെ ചെയ്യും കേട്ടോ. ഇവിടെ DB ഡ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത് വലത് സൈഡിലാണ് നമ്മൾ RCCB കൊടുത്തിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന MCBയിൽ തൊട്ടടുത്ത് തന്നെ ആദ്യം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇൻവെർട്ടറിൻ്റെ ചാർജിങ്ങിന് വേണ്ടിയുള്ളതാണ് കേട്ടോ. ചാർജിങ്ങിന് വേണ്ടി നമ്മൾ ഇടുന്നത് 2.5-ൻ്റെ വയറാണ്. ഔട്ട് നമ്മൾ എടുക്കുന്നത് 1.5 ആണ്. ചാർജിങ്ങിന് 2.5ഉം ഔട്ട്, അതായത് ഇൻവെർട്ടറിൻ്റെ ഔട്ട് നമ്മൾ എടുക്കുന്നത് 1.5ഉം ആണ്. ഇത്രയും സൈഡ് പവറാണ്. ഇത് 3 ഭാഗം, അതായത് 1, 2, 3, 4, 5. ഈ 5 MCB നമ്മൾ ഇൻവെർട്ടറിനുമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇൻവെർട്ടറിന് സെപ്പറേറ്റ് DB നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. ഇത് വളരെ സിമ്പിൾ ആണ്.